ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച അട്ടപ്പാടിയിലെ പെൺകുട്ടി എന്ന ചെറുകഥ കേൾക്കാം. അട്ടപ്പാടിയിലെ പെൺകുട്ടി. ഭാഗം 1. ഓഗസ്റ്റ് 10, വർഷം 2000, ചൊവ്വാഴ്ച. ഇന്നലെയാണ് ഗോളിക്കടവ് ഗായത്രിയിൽ പടം മാറിയത്. ലാലേട്ടനും മഞ്ജുവാര്യരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോസ്റ്റർ കണ്ടപ്പോഴേ നാണം തോന്നി. ഹോസ്റ്റലിന് മുന്നിലൂടെ പടം മാറിയത് വിളിച്ചു പറഞ്ഞു പോയ ജീപ്പിലിരുന്ന് ഡ്രൈവർ ശെൽവൻ ഇടക്കണ്ണിട്ട് നോക്കി. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്തതുപോലെ അയാളുടെ നോട്ടം. നാണം കെട്ടവൻ. നാളെ മധ്യാഹ്നം ക്ലാസ് ലീവാക്കി ഗായത്രിയിൽ പോകണം. മല്ലികയും രാജമ്മയും വരുമായിരിക്കും. സ്കൂളിൽ വെച്ച് പറയാൻ മറന്നു. കാണുമ്പോഴൊക്കെ ആ പുതിയ കണക്ക് മാഷെക്കുറിച്ച് പറയാനല്ലേ അവളുമാർക്ക് നേരം. 6 മാസത്തേക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്നുള്ള നിയമനമാണത്രേ. മാഷൊരു സൊള്ളനാ. ഇന്ന് തീയതി 10 ആയുള്ളൂ. സ്കൂളിൽ നിന്ന് കിട്ടിയ ലംസം ഗ്രാൻഡ് തീർന്നു. 100 ഉറുപ്പിക അമ്മ മേടിച്ചു. പിന്നെ 10 ഉറുപ്പിക രാജമ്മയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്നത് കൊടുത്തു. 18 ഉറുപ്പികയ്ക്ക് കോട്ടത്ര ചന്തയിൽ നിന്ന് പൊട്ടും വളയും വാങ്ങി. ഇപ്പോൾ രാത്രി 10 മണിയായി. ഗുഡ് നൈറ്റ്. ഓഗസ്റ്റ് 11, 2000, ബുധൻ. ഇന്ന് മല്ലികയോട് 10 ഉറുപ്പിക വായ്പ വാങ്ങി. കുറച്ച് ദിവസങ്ങളായി ആ ചെക്കൻ സ്കൂളിലേക്കുള്ള വഴിയിൽ കാത്തു നിൽക്കുന്നു. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ആ ചെക്കനെ കാണാം. തന്നെ കാണാൻ തന്നെയാവുമോ ആ ആളുടെ നിൽപ്പ്? അല്ല, രാജമ്മയാണോ? എന്തായാലും ശെൽവനെ പോലെയല്ല, നല്ലവനാണെന്ന് തോന്നുന്നു. വലിയ പണക്കാരനായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയാ ദിവസവും പാൻറ്റും ഷർട്ടും മാറുക? കഴുത്തിൽ സ്വർണ്ണ ചെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല സിമ്പിളന രാജമ്മ പറഞ്ഞതുപോലെ. കുഞ്ചാക്കോ ബോബനെ പോലെ അത്രയങ്ങ് വരില്ലെങ്കിലും ഇത്തിരി ഛായയുണ്ട്. ഇന്ന് മാഷ് പഠിപ്പിച്ചതൊന്നും മനസ്സിൽ കയറിയില്ല. ബാക്ക് ബെഞ്ചിലിരുന്ന് മാഷ് പടം വരയ്ക്കുന്ന രാജമ്മയെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഓൾ നല്ലോണം പടം വരയ്ക്കും. പടത്തിൽ മാഷ് തമിഴ് നടൻ വിജയെ പോലെയാണ്. ഓഗസ്റ്റ് 12, 2000, വ്യാഴം. അച്ഛനെ എന്തിനാ ഇന്ന് സ്കൂളിലേക്ക് കെട്ടിയെടുത്തത്? ഇന്ന് തീയതി 12 ആയുള്ളൂ. ഇനിയും എത്ര ദിവസം കഴിയണം സ്കൂളിൽ നിന്നും പൈസ കിട്ടാൻ? ഇൻസ്ട്രുമെൻ്റ് ബോക്സ് മേടിക്കാൻ വച്ച കാശ അച്ഛൻ വാങ്ങിക്കൊണ്ട് പോയത്. വേലമ്പട്ട അടിക്കാനല്ലാതെ മറ്റെന്തിനാ അച്ഛന് കാശ്? കുടിയിൽ റാഗി ഉണ്ടാവുമോ ആവോ? വള്ളിയുടെ കാര്യമാണ് കഷ്ടം. ഓളും സ്കൂളിൽ പോകുവാൻ ആയാൽ ഹോസ്റ്റലിലേക്ക് കൂട്ടായിരുന്നു. ഓള് ഹോസ്റ്റലിലേക്ക് വരാനാകുമ്പോഴേക്ക് ഇപ്പോഴത്തെ TDO മാറണേ എൻ്റെ മല്ലീശ്വരത്തപ്പ. ഇവിടെ വന്നാൽ ഓക്ക് പട്ടിണി കിടക്കണ്ടല്ലോ. ഈ പ്രാവശ്യം സ്കൂളിലെ പൈസ കിട്ടുമ്പോൾ ഓക്ക് ഒരു ഉടുപ്പ് വാങ്ങണം. ഓഗസ്റ്റ് 30, 2000, തിങ്കളാഴ്ച. കുറച്ച് ദിവസമായി മനസ്സിനൊരു സുഖവും ഇല്ല. ഓറെ കാണാഞ്ഞിട്ടാ. ഏടെ പോയതായിരിക്കും? മല്ലികയും രാജമ്മയുമൊക്കെ അതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഇന്ന് കണക്ക് പരീക്ഷയുടെ പേപ്പർ കിട്ടി. 18 മാർക്കേ കിട്ടിയുള്ളൂ. രാജമ്മ നല്ല ഫോമിലായിരുന്നു. ഓക്ക് 100-ൽ 50 മാർക്ക് കിട്ടി. കണക്കിന് രാജമ്മയ്ക്ക് സീതയേക്കാൾ മാർക്ക് കൂടുതൽ കിട്ടാനോ? നാളെ ഓറ് വരുമോ? വരുമായിരിക്കും. ഓരുടെ വീടൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആരെയെങ്കിലും ചോദിച്ച് വിടായിരുന്നു. അറിഞ്ഞിട്ടെന്താ, ആരെയാ വിടുക? സെപ്റ്റംബർ 2, 2000, വ്യാഴം. സത്യം പറഞ്ഞാൽ ഇന്നാണ് ശ്വാസം നേരെ വീണത്. രാവിലെ തന്നെ ഓറ് ജാസർക്കയുടെ കടയ്ക്ക് മുന്നിൽ കാത്തു നിന്നിരുന്നു. ദൂരെ നിന്ന് കണ്ടപ്പോഴേ കണ്ണുകൾ തമ്മിൽ ഉടക്കി. സ്കൂൾ വരെ ഓറ് ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. മല്ലികയും രാജമ്മയും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നും ഉരിയാടാനും കൂടി പറ്റിയില്ല. ഇടയ്ക്ക് ഇടക്കണ്ണിട്ട് നോക്കി ചിരിക്കുക മാത്രം ചെയ്തു. നാളെ എന്തെങ്കിലും നുണ പറഞ്ഞ് രാജമ്മയും മല്ലികയും ഇറങ്ങുന്നതിന് ഇത്തിരി മുമ്പേ പോകണം. ഓറെ കണ്ട് സംസാരിക്കണം. ഓർ ഇന്നലെ ഇട്ടത് പുതിയ ഷർട്ടാണെന്ന് തോന്നുന്നു. കുഞ്ചാക്കോ ബോബൻ അനിയത്ത് പ്രാവിലിട്ട അതേ വെള്ള പാൻറ്റും ഷർട്ടും. ഒരു സ്റ്റൈലും തൊപ്പി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയേനെ. രാജമ്മയെ കൊണ്ട് ഓറുടെ ഒരു പടം വരപ്പിക്കണം. ഈടെ ഹോസ്റ്റൽ റൂമിൽ പതിക്കാമല്ലോ. രാജമ്മ ഉറക്കമായെന്ന് തോന്നുന്നു. പായ കണ്ടാൽ മതി പെണ്ണിന് തൂക്കം വരാൻ. സെപ്റ്റംബർ 20, 2000, തിങ്കളാഴ്ച. ഓണപ്പരീക്ഷ അടുത്ത ആഴ്ച തുടങ്ങും. പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല. പുസ്തകം എടുത്ത് മുന്നിൽ വച്ചാൽ തൂക്കം വരും. ഇപ്പോഴായ പിന്നെ തൂങ്ങാൻ വലിയ ഇഷ്ടമാണ്. കണ്ണടച്ചാൽ ഓറാ മുന്നിൽ. ഓറോടൊപ്പം പാട്ടും പാടി ഏടെയെല്ലാം പോയിരിക്കണ്. കായലിലൂടെ ചെറിയ ബോട്ടിൽ ഓടിച്ചു പോയത്. നീ എൻ്റെ കരളല്ലേ എന്ന് ഓറെൻ്റെ ചെവിട്ടിൽ പറഞ്ഞത്. പക്ഷേ എല്ലാം ഉറക്കത്തിലായിരുന്നു. വേറെ ഒന്നുകൂടി എടുത്തു പറഞ്ഞു,
ദേവുവിൻ്റെ കഴുത്തിൽ ഞാൻ മിന്നു ചാർത്തട്ടെ എന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുപാട് ദൂരെയായിരുന്നു. ഒക്ടോബർ 2, 2000 ശനിയാഴ്ച. ഓറ് പോയി കൂട്ടിച്ചോദിച്ച് ശണ്ട കൂടുമെന്നറിഞ്ഞെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു. തന്നെ ചൊല്ലി കോട്ടത്തറ ചന്തയിൽ വച്ച് ശെൽവനും ഓറും ഏറ്റുമുട്ടി പോലും. വെറുതെ എന്തിനാ അവർ ശണ്ടയ്ക്കൊക്കെ പോയത്? തന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ശെൽവനെ തച്ചത്. എൻ്റെ മല്ലീശ്വരത്തപ്പ നീ കാക്കണേ. ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് സ്കൂളിൽ പഠിപ്പില്ലായിരുന്നു, സേവന ദിനമായിരുന്നു. രാജമ്മയും മല്ലികയും ടീച്ചറും കാണാതെ നേരെ അകളിക്കിറങ്ങി. ആനക്കട്ടി ബസ്സിൽ കയറി മട്ടത്തുകാടിന് ടിക്കറ്റ് എടുത്തു. ബൈക്കിന് പുറകെ ഓറും വന്നു. അവർ ബൈക്കിന് വരുന്നത് കാണാൻ നല്ല ചന്ത. തനി കുഞ്ചാക്കോ ബോബൻ തന്നെ. ഓറ് കോട്ടത്തറ മണിയേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഐസ്ക്രീം കഴിച്ചു. ഓറ് തനിക്കൊരു ജാക്കറ്റ് തന്നു, ചുവന്ന നിറമുള്ള ജാക്കറ്റ്. ഓറുടെ ഒരു കാര്യം, ചിലപ്പോൾ ചെറിയ കുട്ടികളെ പോലെയാണ്. പുതിയ ജാക്കറ്റ് ഇട്ട് കണ്ടേ ഓറ് വിട്ടുള്ളൂ. ആ ജാക്കറ്റ് ആരും കാണാതെ ട്രങ്ക് പെട്ടിയിൽ ഒളിപ്പിച്ച് വെച്ചു. രാജമ്മയ്ക്ക് എന്തോ സംശയം കുടുങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 10, 2000 ഞായറാഴ്ച. വാർഡൻ ശാരദ ടീച്ചർ സ്നേഹമുള്ളവരാ. എന്നെയും രാജമ്മയെയും ടീച്ചർക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആരുമില്ലെങ്കിൽ വലിയ സ്നേഹമാണ്, സ്നേഹിച്ച് കൊല്ലും. വേറെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വലിയ പവറാ. ടീച്ചർ എന്നെയും രാജമ്മയെയും മാത്രമേ സിനിമയ്ക്ക് കൊണ്ടുപോകൂ. പാലക്കാടൻ സ്റ്റോറിൽ നിന്നും ഐസ് ഫ്രൂട്ട് മേടിച്ചു തരും. അവരെ എങ്ങാനും വഴിയിൽ കണ്ടാൽ ടീച്ചർ മിണ്ടാൻ അനുവദിക്കും. ഒരിക്കൽ ഓറും ഒപ്പം സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അത് TDO കണ്ടതിനുണ്ടായ പുകിലേ. ശാരദ ടീച്ചർ പാവ. ജനുവരി 1, 2000 ശനി. ദിവസങ്ങൾ എത്ര വേഗമാണ് മാറുന്നത്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ നോട്ട് ബുക്ക് മാറ്റി ഡയറി എഴുതുന്നേ. പുതിയ ഡയറി ശാരദ ടീച്ചർ തന്നതാ. ആദ്യമൊക്കെ 100 പേജിൻ്റെ സാമൂഹ്യ പാഠം പുസ്തകത്തിലാണ് ഡയറി എഴുതിയേ. CBA ഡയറിക്കുറിപ്പ് കണ്ട ശേഷമാണ് ഇങ്ങനെ ഒരു ഡയറി എഴുത്ത് പൂതി തുടങ്ങിയേ. ഓറെ ഇപ്പോഴായ പിന്നെ വല്ലപ്പോഴുമേ കാണാറുള്ളൂ. കുറച്ച് ദിവസങ്ങളായി സ്കൂളിൽ പോയിട്ട് സുഖമുള്ളതായി തോന്നുന്നില്ല. വല്ലാത്ത ക്ഷീണം. ഗുഡ് നൈറ്റ്. ഏപ്രിൽ 1, 2000 ശനി. ഹോസ്റ്റലിൽ നിന്ന് ഊരിലേക്ക് പോന്നപ്പോൾ 2 സാധനങ്ങളെ എടുത്തുള്ളൂ. ശാരദ ടീച്ചർ തന്ന ഈ ഡയറിയും രാജമ്മ വരച്ച് മുറിയിൽ പതിച്ചിരുന്ന ഓറുടെ ഫോട്ടോയും. ഇന്നേക്ക് എത്ര നാളായി ഓറെ കണ്ടിട്ട്. പരീക്ഷ കഴിയുമ്പോൾ മംഗലം കഴിക്കാമെന്ന് ഓറ് ഉറപ്പ് തന്നതാ. ശാരദ ടീച്ചറോടും ഓറത് പറഞ്ഞതാ. ഊരിൽ വന്ന് അച്ഛനെയും അമ്മയെയും മൂപ്പനെയും ഓറ് കണ്ടതാ. ഓറെന്നെ പറ്റിക്കൂല. എന്നാലും ഈ 3 മാസം ഓർക്ക് എങ്ങനെയാ പിരിഞ്ഞിരിക്കാനാവുന്നേ? അതും ഈ സമയത്ത്. പെരുത്ത് പണി എന്തെങ്കിലും കാണുമായിരിക്കും, അല്ലാതെ വരാതിരിക്കൂല. രാത്രി ഒത്തിരി ഇരുട്ടിയെന്ന് തോന്നുന്നു. പഴയതുപോലെ പായയിൽ കുത്തിയിരുന്ന് എഴുതുവാൻ കഴിയുന്നില്ല. നടുവേദനിക്കുന്നു. ഇനിയും അവർ വരാൻ വൈകുമോ? ഭാഗം 2. ഏപ്രിൽ 1 ശനിയാഴ്ചയ്ക്ക് ശേഷം ദേവു ഡയറി കുറിപ്പുകൾ എഴുതിയതായി കാണുന്നില്ല. അന്നേ ദിവസത്തെ ഡയറി കുറിപ്പുകൾ നനഞ്ഞ് മഷി ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കുടി ചോർന്നൊലിച്ചത് കൊണ്ടാവാം. പക്ഷേ ഏപ്രിൽ മാസങ്ങളിൽ അട്ടപ്പാടിയിൽ മഴ പതിവുള്ളതല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ദിവസം അവൾ കരഞ്ഞിട്ടുണ്ടാവുമെന്ന് നമുക്ക് അനുമാനിക്കാം. ഭാഗം 3. കഥയുടെ ജീവനാഡി ഈ ഭാഗമാണ്. ഈ ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു കഥ എൻ്റെ മാന്യ വായനക്കാരുടെ കൈകളിൽ എത്തില്ലായിരുന്നു. ജേർണലിസ്റ്റുകളായ അനിലും അയാളുടെ സഹപ്രവർത്തക ഉഷാ P. നായരും ആനവേട്ടയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് എഴുതാനാണ് അട്ടപ്പാടി ആനവായ് ആദിവാസി ഊരിലെത്തിയത്. സ്നേഹിച്ച പുരുഷൻ ഉപേക്ഷിച്ച ദേവുവിനെ വളരെ അവിചാരിതമായി അവർ ആ ഊരിൽ കണ്ടെത്തി. ദേവുവിന് അപ്പോൾ 6 മാസം പ്രായമുള്ള ബോബൻ എന്ന ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവർ അവളുടെ കഥകൾ ചോദിച്ചറിഞ്ഞു. ദേവുവിൻ്റെയും കൊച്ചുമോൻ ബോബൻ്റെയും ഫോട്ടോകൾ എടുത്തു. വിശന്ന് കരഞ്ഞ് ബോബന് ഉഷ തൻ്റെ ബാഗിൽ നിന്നും ബിസ്ക്കറ്റും പഴവും മിനറൽ വാട്ടറും കൊടുത്തു. അനിൽ ബോബനെ എടുത്ത് ലാളിക്കുന്ന രംഗം ഉഷ ക്യാമറയിൽ പകർത്തി. ദേവു കാണിച്ചു കൊടുത്ത പഴയ കുറിപ്പുകൾ എഴുതിയ നോട്ട് ബുക്കിലൂടെ കണ്ണോടിക്കുമ്പോൾ ഉഷ അറിയാതെ ഞെട്ടി. ഡയറി കുറിപ്പിൽ നോക്കിയിരിക്കവേ രാജമ്മ വരച്ച ആ പഴയ ചിത്രം എടുത്ത് കാണിച്ചുകൊണ്ട് ദേവു പറഞ്ഞു, ഇതാ അവൻ്റെ അച്ഛൻ. ഇത് സിനിമാ നടൻ കുഞ്ചാക്കോ ബോബൻ്റെ ചിത്രമാണെന്ന് ഉഷയ്ക്ക് തോന്നി.
തിരികെ പോരാനിറങ്ങവേ തൻ്റെ പേഴ്സിൽ നിന്നും ഏതാനും നോട്ടുകളെടുത്ത് ബോബൻ്റെ ഇളം കയ്യിൽ വച്ച് പറഞ്ഞു. മലയിറങ്ങവേ പുറകിൽ കൊച്ചു ബോബൻ്റെ കരച്ചിൽ കേൾക്കാമായിരുന്നു. അത് മലയിടുക്കിൽ തട്ടി കൂട്ടക്കരച്ചിലായി അവരെ പൊതിഞ്ഞു. തിരിച്ചുള്ള യാത്രയിൽ അവർ നിശബ്ദരായിരുന്നു. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച അട്ടപ്പാടിയിലെ പെൺകുട്ടി എന്ന ചെറുകഥയാണ് ഇപ്പോൾ കേട്ടത്.